Hi friends, welcome to Codereka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ കീവേഡിന്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ്. സൂപ്പർ കീവേഡ് എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ ലിങ്ക് ആയിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സൂപ്പർ കീവേഡ് ജാവയിൽ യൂസ് ചെയ്യുന്നത് ഒരു റെഫറൻസ് വേരിയബിൾ ആയിട്ടാണ്. അതായത് ഇമ്മീഡിയറ്റ് പാരന്റ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ സൂപ്പർ കീവേഡിന് വേറെ കുറച്ച് യൂസസും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒന്നാമത്തെ യൂസ് ആണ് സൂപ്പർ ക്യാൻ ബി യൂസ്ഡ് ടു റെഫർ ഇമ്മീഡിയറ്റ് പാരന്റ് ക്ലാസ് ഇൻസ്റ്റൻസ് വേരിയബിൾ. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിന്റെ പാരന്റ് ക്ലാസ്സിലെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ കീവേഡ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്, ക്ലാസ് എ. ഓക്കെ, ഈ ക്ലാസ് എയ്ക്കകത്ത് ഞാനൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, ഇന്റ് ഐ ഈക്വൽ ടു 10. ഓക്കെ, ഇതിനകത്ത് ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അതിന്റെ വാല്യൂ 10 ആണ്. ഓക്കെ, ഇനി ഞാനൊരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ് പി. അപ്പൊ ഇത് എന്തിന്റെ സബ് ക്ലാസ് ആണ്? എയുടെ സബ് ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് എ അപ്പൊ അതിന്റെ പാരന്റ് ആണല്ലോ. അപ്പൊ എ അത് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റൻസ് കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എയുടെ സബ് ക്ലാസ് ആണ് ബി. ഓക്കെ, ഇതിനകത്തും ഞാനൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ് സെയിം നെയിമിൽ, ഇന്റ് ഐ ഈക്വൽ ടു വേറൊരു വാല്യൂ കൊടുത്താണ് 20. അപ്പൊ ക്ലാസ് എയിലെ ഐയുടെ വാല്യൂ 10ഉം ക്ലാസ് ബിയിലെ 20. ഓക്കെ, ഇനി ബിക്കകത്ത് തന്നെ ഞാൻ വേറൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്, വോയിഡ് ഷോ. ഈ മെത്തേഡ് ഒരു ഇന്റിജർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് തന്നെ കൊടുക്കാം, നമുക്ക് എന്ത് പേര് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് വന്നിട്ട് നമ്മളിപ്പോ ഈ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാണ്. അപ്പോ വാല്യൂ ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട് ഐയുടെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യാം പ്ലസ് ഐ. ഓക്കെ, മെത്തേഡില് ഇനി എന്താണ്, അപ്പൊ നമുക്ക് ഈ മെത്തേഡ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ മെത്തേഡ് ഏത് ക്ലാസ്സിലാണ്? ക്ലാസ് ബി അല്ലെ. ക്ലാസ് ബിയുടെ ഒരു ഒബ്ജക്ട് ഉണ്ടാക്കും. ഒബ്ജക്ട് എങ്ങനെ ഉണ്ടാക്കുക? ക്ലാസ് നെയിം, ഒബ്ജക്ട് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. ഓക്കെ, കൊടുത്തു. ഇനി എന്താണ്? ഒബ്ജക്ട് ഡോട്ട് ഷോ. അപ്പൊ നമ്മളിപ്പോ എന്താണ്, ബിയുടെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ആ ഒബ്ജക്ട് ഡോട്ട് ഷോ എന്ന് വിളിക്കുമ്പോൾ ബിയുടെ ക്ലാസ്സിലെ ഷോ മെത്തേഡിനെ ആക്സസ് ചെയ്യും. അപ്പൊ ഈ ഷോ മെത്തേഡ് ഇവിടെ ഒരു ഇന്റിജർ പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ഇന്റിജർ പാസ് ചെയ്യും. ഞാനിപ്പോ ഇവിടെ കൊടുക്കുകയാണ് 30. ഓക്കെ, അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ എന്താ പറ്റുക? ആദ്യം മെയിൻ ക്ലാസ്സിൽ വരും, എന്നിട്ട് ഒബ്ജക്ട് ഡോട്ട് ഷോ എന്ന് വിളിക്കുമ്പോൾ ഈ ബിയുടെ ഒബ്ജക്ട് അല്ലേ, ബിയുടെ ഒബ്ജക്ട് ആണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അവരുടെ ക്ലാസ്സിലെ ഷോ മെത്തേഡിനെ വിളിക്കും. നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 30 ഇവിടെ വരും. എന്നിട്ട് ഐയുടെ വാല്യൂ 30 എന്നായിരിക്കും പ്രിന്റ് ആവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിപ്പോ റൺ ചെയ്യുമ്പോ വാല്യൂ ഓഫ് ഐ ഈക്വൽ ടു 30. ഓക്കെ, ഇനിയിപ്പോ ഐയുടെ വാല്യൂ ഈ ക്ലാസ്സിൽ എത്രയാണ്? 20 ആണ്. ഈ 20 എന്നുള്ള വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഈ സെയിം ക്ലാസ്സിലെ, അതായത് ഈ ക്ലാസ്സിലെ തന്നെ നമ്മളിപ്പോ നിൽക്കുന്ന സെയിം ക്ലാസ്സിലെ കറണ്ട് ക്ലാസ് എന്ന് വെച്ചാൽ ഏതാണ്? ക്ലാസ്. ഇതിന്റെ ഒരു ഇൻസ്റ്റൻസ് വേരിയബിളിനെ നമ്മൾ കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? നമുക്കത് മുമ്പത്തെ ഒരു വീഡിയോസിൽ ഞാൻ ദിസ് കീവേഡിനെ കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കറണ്ട് ക്ലാസ് ഇൻസ്റ്റൻസ് വേരിയബിളിനെ എടുക്കാൻ വേണ്ടിയിട്ട് ദിസ് യൂസ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് വന്നിട്ട് നമുക്ക് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൂടെ കൊടുക്കുകയാണ്, വാല്യൂ ഓഫ് ഐ ഈക്വൽ ടു. അപ്പൊ ഈ ഐ എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഈ മെത്തേഡ് വിളിച്ചപ്പോ എന്താണോ പാസ് ചെയ്തത് അതായിരിക്കും പ്രിന്റ് ആവുക. നമുക്ക് ഈ കറണ്ട് ക്ലാസ്സിലെ ഐയുടെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ദിസ് കീവേഡ് കൊടുക്കണം, ദിസ് ഡോട്ട് ഐ കൊടുക്കാൻ പറ്റും. ദിസ് കീവേഡ് എന്തിനാണ്? കറണ്ട് ക്ലാസ്സിലെ, നമുക്ക് കറണ്ട് ക്ലാസ് മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യാം, കറണ്ട് ക്ലാസ് വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെ ദിസ് കൊണ്ട് പല യൂസേജ് ഉണ്ട്. ഒരു യൂസേജ് ആണ് കറണ്ട് ക്ലാസ് ഇൻസ്റ്റൻസ് വേരിയബിളിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ദിസ് കീവേഡ് യൂസ് ചെയ്യാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇപ്പൊ നമുക്കിത് റൺ ചെയ്യുന്നത് എന്ത് പറ്റും? 30 20 പ്രിന്റ് ആവും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പാസ് ചെയ്ത വാല്യൂ കിട്ടി, ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ വാല്യൂ കിട്ടിയ കറണ്ട് ക്ലാസ്. ഇനിയിപ്പോ നമ്മുടെ സൂപ്പർ ക്ലാസ്സിലെ ഐയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? സൂപ്പർ ക്ലാസ്സിലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പൊ എയുടെ ഒബ്ജക്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അത് ഡോട്ട് ഐ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും. പക്ഷെ ചൈൽഡ് ക്ലാസ്സിൽ നിന്നുകൊണ്ട് ഈ പാരന്റ് ക്ലാസ്സിലെ ഐയുടെ വാല്യൂ കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ കീവേഡ് യൂസ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ദിസിന് പകരം സൂപ്പർ കൊടുത്താൽ മതി. ദിസിന്റെ സൂപ്പറിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. ദിസ് എന്ന് പറയുമ്പോൾ കറണ്ട് ക്ലാസ് ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇത് ഇമ്മീഡിയറ്റ് പാരന്റിന്റെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആക്സസ് ചെയ്യാം. അപ്പൊ എന്ത് പറ്റും? ഇവിടെ 30 പ്രിന്റ് ആവും,
ഇത് 20 പ്രിന്റ് ആവും, ഇത് 10 പ്രിന്റ് ആവും. നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. എന്നത് കേട്ടോ. അപ്പോ ഫസ്റ്റ് യൂസേജ് ഇതാണ്. അതായത് നമുക്ക് സൂപ്പർ വെച്ചിട്ട് ഇമ്മീഡിയറ്റ് പാരന്റ് ക്ലാസ്സിലെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആക്സസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ദിസ് സൂപ്പർ ഇങ്ങനെ കൊടുത്തിട്ട് ഐയുടെ വാല്യൂ എടുക്കുന്നത് കൊണ്ട് നമ്മളിപ്പോ ഏത് ഐയുടെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാൻ പറയുന്നതിന് കമ്പൈലറിന് ഒരു കൺഫ്യൂഷൻ വരില്ല. അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഒന്നാമത്തെ യൂസ് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ യൂസ്, സൂപ്പർ ക്യാൻ ബി യൂസ് ടു ഇൻവോക്ക് ഇമ്മീഡിയറ്റ് പാരന്റ് ക്ലാസ് മെത്തേഡ്. ഫസ്റ്റ് യൂസ് പാരന്റ് ക്ലാസ് വേരിയബിളിനെ കിട്ടാനായിരുന്നു. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ് ക്ലാസ് മെത്തേഡിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ ഞാനിപ്പോ ഇത് കളയാണ്. ഇനിയിപ്പോ ഈ ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ് എയിൽ വന്നിട്ട് ഞാനൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്. വോയിഡ് പ്രിന്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. സിസ് ഔട്ട് ഇൻ ക്ലാസ് എ എന്ന് കൊടുക്കും. ഓക്കെ, ഇവിടെ ഒരു പ്രിന്റ് മെത്തേഡ് കൊടുത്തു. ഇനി ബിയിൽ വന്നിട്ട് ഞാൻ വീണ്ടും അതേ പേരിലൊരു മെത്തേഡ് കൊടുക്കുകയാണ്, വോയിഡ് പ്രിന്റ്. ഓക്കെ, അപ്പൊ ഒരേ മെത്തേഡ് നമ്മുടെ പാരന്റ് ക്ലാസ്സിലും അതിന്റെ ചൈൽഡ് ക്ലാസ്സിലും ഉണ്ടെങ്കിൽ എന്താ നമ്മൾ മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് പറയും. അതായത് സെയിം മെത്തേഡിനെ നമ്മൾ ഓവർ റൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ അകത്ത് കൊടുക്കുകയാണ് സിസ് ഔട്ടിന്റെ അകത്ത് ഇൻ ക്ലാസ് ഓക്കെ കൊടുത്തു. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ഈ ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് പ്രിന്റ് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഇപ്പോ നമ്മളിപ്പോ പ്രിന്റ് മെത്തേഡിനെ വിളിച്ചു. ഇതിപ്പോ എയുടെ പ്രിന്റിനെയാണോ എക്സിക്യൂട്ട് ചെയ്യുക, ബിയുടെ പ്രിന്റിനെയാണോ? അപ്പൊ നിങ്ങൾ നോക്കണം ഇത് ഏത് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇതിപ്പോ ബി എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോ പ്രിന്റ് എന്ന് വിളിക്കുമ്പോൾ ബിയുടെ ക്ലാസ്സിൽ ഒരു പ്രിന്റ് മെത്തേഡ് ഉണ്ടെങ്കിൽ അത് അതിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിതിപ്പോ സിംപ്ലി റൺ ചെയ്യുമ്പോൾ ഇൻ ക്ലാസ് ബി ഇത് വന്നു. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ക്ലാസ് എയിലെ പ്രിന്റ് മെത്തേഡിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യുകയാണെങ്കിൽ എന്താണ്, എയുടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി പ്രിന്റ് വിളിക്കും. അങ്ങനല്ല, ഇപ്പൊ ബിന്ന് നമുക്ക് ഈ ക്ലാസ് എയുടെ പ്രിന്റ് മെത്തേഡിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ഇവിടെ വന്നിട്ട് പ്രിന്റിനകത്ത് വന്നിട്ട് സൂപ്പർ ഡോട്ട് പ്രിന്റ് എന്ന് വിളിച്ചാൽ മതി. അതായത് സൂപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ സൂപ്പർ ക്ലാസ്സിലെ പ്രിന്റ് മെത്തേഡിനെ വിളിക്കാം. നമ്മൾ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ ഡോട്ട് വേരിയബിൾ നെയിം അല്ലേ കൊടുത്തത്. പാരന്റ് ക്ലാസ്സിലെ നമുക്ക് മെത്തേഡിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ സൂപ്പർ ഡോട്ട് ആ മെത്തേഡ് നെയിം വിളിച്ചാൽ മതി. ഓക്കെ, ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇൻ ക്ലാസ് ചെയ്യും വന്നു, ഇൻ ക്ലാസ് ചെയ്യും. അപ്പൊ ആദ്യം ഈ പ്രിന്റിനെ വിളിക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും. ഇതിന്റെ ഫസ്റ്റ് ലൈൻ എന്താണ്, സൂപ്പർ ഡോട്ട് പ്രിന്റ്. അപ്പൊ സൂപ്പർ ക്ലാസ്സിലെ പ്രിന്റ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇൻ ക്ലാസ് എ പ്രിന്റ് ആവും, അതിനുശേഷം ഇൻ ക്ലാസ് ബി പ്രിന്റ് ആവും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താണ്, സൂപ്പർ ക്യാൻ ബി യൂസ്ഡ് ടു ഇൻവോക്ക് ഇമ്മീഡിയറ്റ് പാരന്റ് ക്ലാസ് കൺസ്ട്രക്ടർ. ഇനി നമുക്ക് പാരന്റ് ക്ലാസ്സിലെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാനും സൂപ്പർ ക്ലാസ് യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ഇത് കളയാണ്. ഇനി ക്ലാസ് എയില് ഞാനൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാണ്. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ക്ലാസിന്റെ സെയിം നെയിം ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പോ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ജസ്റ്റ് സിസ് ഔട്ടിന്റെ അകത്ത് ഈ ക്ലാസ് എ കൊടുക്കും. ഓക്കെ, ഇനി ബിക്കകത്ത് ബിയുടെ ഒരു കൺസ്ട്രക്ടർ ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ കൊടുക്കുകയാണ് ക്ലാസ് ബി. ഓക്കെ, കൊടുത്തു. ഇനിയിപ്പോ നമ്മൾ ഇവിടെ വന്നിട്ട് ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ കൺസ്ട്രക്ടേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പേര് പോലെ തന്നെ കൺസ്ട്രക്ടർ എന്ന് കേൾക്കുമ്പോൾ എന്തൊന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ജാവയിൽ കൺസ്ട്രക്ടേഴ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് ഒബ്ജക്റ്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണ്. നമ്മളപ്പോ ഏതെങ്കിലും ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതായത് ഇവിടെ ഈ പാർട്ട് ശ്രദ്ധിച്ചോ, ബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിന്റെ കൺസ്ട്രക്ടർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ അത് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിപ്പോ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മൾ ഇത് റൺ ചെയ്യുമ്പോൾ ഇൻ ക്ലാസ് എ വന്നു, അതിന് ശേഷമാണ് ഇൻ ക്ലാസ് ബി വന്നത്. ഇവിടെ
വെച്ച് കഴിഞ്ഞാൽ ബിയുടെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ബിയുടെ കൺസ്ട്രക്ട് കോൾ ആയിട്ട് ഇത് മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ എയുടെ എങ്ങനെ ആദ്യം കയറി എക്സിക്യൂട്ട് ആയി എന്നൊരു ഡൗട്ട് വരാം. അതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. ഓക്കെ, അതിന്റെ അകത്ത് വന്നിട്ട് എപ്പോഴും കൺസ്ട്രക്ടറിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സൂപ്പർ ഉണ്ട്. ഡീഫോൾട്ട് ആയിട്ട് ജാവ ഇത് ആഡ് ചെയ്യും. അതായത് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. ഇനി നമ്മൾ ഈ ലൈൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഇൻബിൽഡ് ആയിട്ട് ആഡ് ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായല്ലോ? ഇവിടെ വരുമ്പോ ആദ്യം അത് കാണുന്നത് ഈ സൂപ്പർ എന്നുള്ള ഈ കോളാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടറിനെ അത് കോൾ ചെയ്യും. അങ്ങനെയാണ് ഈ ക്ലാസ്സിൽ ഉണ്ടാവുന്നത്. അതിന് ശേഷം ഈ ക്ലാസ് ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളിവിടെ സൂപ്പർ ആഡ് ചെയ്തിട്ട് ഇത് റൺ ചെയ്യുമ്പോഴും സൂപ്പർ ആഡ് ചെയ്യാതെ റൺ ചെയ്യുമ്പോഴും നമുക്ക് ഇതേ ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. സൂപ്പർ ആഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇതിനെ കോൾ ചെയ്യുന്നു. നമ്മൾ ഇത് ആഡ് ചെയ്തില്ലെങ്കിലും കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് ഫസ്റ്റ് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മളിപ്പോ സൂപ്പർ ഇട്ട് കൊടുത്തപ്പോഴും ഈ ക്ലാസ് എ ക്ലാസ് ബി എന്ന് വന്നു. ഇതിപ്പോ കമന്റ് ചെയ്താലോ, അതായത് നമ്മൾ ഇത് കളഞ്ഞാലും കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് റൺ ചെയ്യുമ്പോൾ ഇതിന്റെ പാരന്റ് ക്ലാസ് കൺസ്ട്രക്ടറിനെ ആദ്യം കോൾ ചെയ്യും. അങ്ങനെ ഇത് വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഒരു യൂസേജ്. ഇനി ഇപ്പോ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മിക്കപ്പോഴും ചോദിക്കുന്നതാണ് സൂപ്പർ കീവേഡും ഈ സൂപ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അതായത് സൂപ്പർ കീവേഡും സൂപ്പർ ഇട്ടിട്ട് ഇങ്ങനെ രണ്ട് ബ്രാക്കറ്റ് ഇടുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. സൂപ്പർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സൂപ്പർ ഡോട്ട് ഐ, സൂപ്പർ ഡോട്ട് മെത്തേഡ് അങ്ങനെയൊക്കെയല്ലേ വിളിക്കുന്നത് ഒരു മെത്തേഡിനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ സാധാരണ സൂപ്പർ എന്ന് പറയുമ്പോൾ അതൊരു കീവേഡാണ്. ഓക്കെ, സൂപ്പർ ഇങ്ങനെ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺസ്ട്രക്ടറിന്റെ കേസ് മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഇപ്പൊ നമ്മൾ മുമ്പേ കാണിച്ചതുപോലെ നമ്മളൊരു സൂപ്പർ ക്ലാസ് അതായത് പാരന്റ് ക്ലാസ് മെത്തേഡിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൂപ്പർ ഡോട്ട് ഐ എന്നാണ് നമ്മൾ വിളിക്കുക അല്ലെ. വേരിയബിളിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിനെ കിട്ടണം എന്നുണ്ടെങ്കിലോ നമ്മൾ സൂപ്പർ ഡോട്ട് ആ മെത്തേഡ് നെയിം ആണ് വിളിക്കുക അല്ലെ. അല്ലാതെ ഇതിന്റെ സൂപ്പറിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഒന്നും ഇടാറില്ല. ശരിയല്ലേ? അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ രണ്ട് കേസിലും ഇതെന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്. പക്ഷെ നമ്മുടെ കൺസ്ട്രക്ടറിന്റെ കേസ് വരുമ്പോ നമ്മൾ സൂപ്പർ കഴിഞ്ഞിട്ട് അതിങ്ങനെയാണ് എഴുതുന്നത് അല്ലെ. അതായത് കൺസ്ട്രക്ടറിന്റെ കേസിൽ മാത്രം ഇതിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇതൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ സൂപ്പർ കീവേഡിന്റെ 3 യൂസേജസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി.